നമുക്കിപ്പോൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ധനസഹായം നൽകി വരുന്നുണ്ട്. ചില ആളുകൾ മത്സ്യഫെഡിന്റെ ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളായിട്ടില്ല, അപ്പോൾ അവർക്ക് ആ പണം കിട്ടത്തില്ല. സാർ, 25/5/2016 മുതൽ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട 13 മത്സ്യത്തൊഴിലാളികളുടെ അനന്തരാവകാശികൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള ധനസഹായം നൽകി കഴിയും. ഇൻഷുറൻസ് പരിരക്ഷയുള്ള യാനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ മുഖാന്തരം നൽകുകയും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്ക് CMDRF മുഖാന്തരം പരമാവധി ധനസഹായവും നൽകി വരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിധിയിൽ ഈ പെടുന്ന രൂപത്തിലുള്ളവർക്കെല്ലാം അതിനാവശ്യമായ ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. സാർ, അതിൻ്റെ ഭാഗമായി 2021 ഡിസംബർ മാസം 28-ാം തീയതി ഒരു യോഗം അദാലത്ത് ഞാനും ബഹുമാനപ്പെട്ട ആന്റണി രാജു മന്ത്രിയായിരുന്നു ട്രിവാൻഡ്രത്ത് നടത്തി. സാർ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, 167 പണം കിട്ടാത്ത ഇൻഷുറൻസ് കേസാണ് തീർപ്പാക്കിയത്. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തെന്ന് നിങ്ങൾ പറയാൻ പറ്റും? 2004 മുതൽ നിങ്ങൾ ഭരിച്ചിട്ടുണ്ടല്ലോ, 2004 മുതൽ 201 ആളുകൾ മരണപ്പെട്ടവർക്ക് പണം കൊടുക്കാതിരുന്ന കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങൾ നടപ്പാക്കിയ അദാലത്തിൽ കോഴിക്കോടും തിരുവനന്തപുരമായി 167 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. സാർ, അതുവഴി 15,82,67,500 രൂപ ഈ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന കാര്യം നമ്മൾ ഓർത്തോണം. സാർ, മുതലപ്പുഴയെ സംബന്ധിച്ച് ഞാൻ അധികം പറയുന്നില്ല, ഒരു കാര്യം കൂടെ പറയാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. വിൻസെന്റ് പറഞ്ഞതിനോടൊന്നും ഞാൻ വിയോജിക്കുന്നില്ല. അടിയന്തരമായി ഡ്രഡ്ജ് നടത്തണം, അടിയന്തരമായി 124 കോടിയുടെ പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ പറഞ്ഞ പൊളിച്ച പുളിമുട്ട് നിർമ്മിക്കണം. അത് ഈ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും.